ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. ചുരം കയറി പ്രിയങ്കയുടെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിയെയും മറികടന്നു. പാലക്കാട് ബിജെപിക്ക് വോട്ട് ചോർച്ച. തിരുവനന്തപുരം, വയനാട്ടിൽ UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയും പാലക്കാട്ട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും ചേലക്കരയിൽ LDF സ്ഥാനാർത്ഥി UR പ്രദീപിനും മിന്നും വിജയം. വയനാട്ടിൽ വ്യക്തമായ ആധിപത്യം കാഴ്ചവെച്ചായിരുന്നു തുടക്കം മുതൽ പ്രിയങ്കയുടെ തേരോട്ടം. പാലക്കാട് ത്രില്ലടിപ്പിച്ച് ലീഡ് നില മാറിമറിഞ്ഞെങ്കിലും ഒടുവിൽ വമ്പൻ വിജയത്തിലേക്ക് രാഹുലെത്തി. ഷാഫിയുടെ ഭൂരിപക്ഷം മറികടന്നാണ് രാഹുലിന്റെ ആധികാരിക വിജയം. ചേലക്കരയിൽ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് ഇടത് കോട്ട കാത്തു. പാലക്കാട്ടെ BJP കോട്ടകൾ പൊളിച്ചെടുക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആധികാരിക വിജയം. നഗരമേഖലയില് BJP ആധിപത്യം കാണിച്ചെങ്കിലും ആദ്യ മണിക്കൂറുകളിലെ വെല്ലുവിളി മറികടന്ന് രാഹുൽ കുതിപ്പ് തുടരുകയായിരുന്നു. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നഗരസഭയിൽ ഇത്തവണ ബിജെപിക്ക് വോട്ട് കുറഞ്ഞതു പാർട്ടിക്ക് തിരിച്ചടിയായി. പാലക്കാട് ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായി എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ മികച്ച വിജയം നേടുമെന്ന് തന്നെയായിരുന്നു UDFന്റെ പ്രതീക്ഷ. കോൺഗ്രസ് വിട്ടുവന്ന P സരിനിലൂടെ ഏറെക്കാലത്തിനുശേഷം മണ്ഡലം പിടിക്കാമെന്ന LDF കണക്കുകൂട്ടലുകൾ പിഴച്ചു. നിയമത്തിനുശേഷം കൃഷ്ണകുമാറിലൂടെ പാലക്കാട് രണ്ടാമത്തെ അക്കൗണ്ട് തുറക്കാനാകുമെന്ന ബിജെപിയുടെ പ്രതീക്ഷയും മങ്ങി. ജാർഖണ്ഡിൽ അധികാരം ഉറപ്പിച്ച് ഇന്ത്യ മുന്നണി. NDA തരംഗത്തിൽ മഹാരാഷ്ട്ര, മുംബൈ, ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണിക്ക് അധികാരത്തുടർച്ച. പുറത്തുവന്ന ഫലസൂചനകൾ പ്രകാരം ഇന്ത്യ സഖ്യം 56 സീറ്റുകളിലും NDA 24 സീറ്റുകളിലും വിജയിച്ചു. അതേസമയം മഹാരാഷ്ട്രയിൽ മഹായുതി സർക്കാർ അധികാരം ഉറപ്പിച്ചു. 288 സീറ്റുകളിൽ 223 ഇടത്താണ് NDA സഖ്യം വിജയിച്ചത്. തകർന്നടിഞ്ഞ ഇന്ത്യ സഖ്യം 56 സീറ്റുകളില് മാത്രമാണ് വിജയിച്ചത്. മഹാരാഷ്ട്രയിൽ മഹായുതിയുടെ പ്രമുഖ നേതാക്കളെല്ലാം വിജയിച്ചു. മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ, ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫഡ്നാവിസ്, അജിത് പവാർ എന്നിവരാണ് വിജയിച്ചത്. ബാരാമതിയിൽ അജിതിനെതിരെ നിർത്തിയ ശരത് പവാർ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി യുഗേന്ദ്ര പവാർ തോൽവി നേരിട്ടു. UDF ജയത്തിൽ പാതിര, സ്പിരിറ്റ്, പരസ്യ നാടകങ്ങൾക്ക് പങ്ക്, ക്രെഡിറ്റ് അവർക്ക് നൽകുന്നു. കൊച്ചി, UDFന് പാലക്കാട് ഇത്രയും ഭൂരിപക്ഷമുണ്ടാക്കി തന്നതില് പാതിര നാടകത്തിനും സ്പിരിറ്റ് നാടകത്തിനും പത്രത്തിലെ പരസ്യ നാടകത്തിനും പങ്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ നാടകങ്ങളുടെയെല്ലാം സ്ക്രിപ്റ്റ് മന്ത്രി MB രാജേഷും ബന്ധുവും ചേർന്നെഴുതിയതാണ്. 15,000-ന് മുകളിലുള്ള ഭൂരിപക്ഷത്തിന്റെ ക്രെഡിറ്റ് അവർക്ക് നൽകുന്നതായും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ചേലക്കരയിലെ ഭൂരിപക്ഷത്തില് 28,000 വോട്ടിന്റെ കുറവുണ്ടായിട്ടും പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞത് പിണറായി വിജയന് തിളങ്ങി നിൽക്കുന്നു എന്നാണ്. ഇത്രയും വലിയ തോൽവി ഉണ്ടായിട്ടും മുഖ്യമന്ത്രി എങ്ങനെയാണ് തിളങ്ങി നിൽക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ഭരണവിരുദ്ധ വികാരമില്ലെന്നാണ് CPM അവകാശപ്പെടുന്നത്. അവർ അങ്ങനെ തന്നെ വിശ്വസിച്ചാലും മതി. കോൺഗ്രസില് നിന്നും സീറ്റ് കിട്ടാതെ ബിജെപിയിലും സീറ്റ് അന്വേഷിച്ചു പോയ ആളെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ രണ്ടാം സ്ഥാനത്തിനു വേണ്ടി മത്സരിക്കാനുള്ള അവകാശമാണ് CPM നഷ്ടപ്പെടുത്തിയത്. മൂന്നാം സ്ഥാനം ഉറപ്പിച്ചിട്ടും ബിജെപിയെ ദുർബലപ്പെടുത്താനല്ല, കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി ബിജെപിക്ക് വിജയം ഒരുക്കാനാണ് CPM പരിശ്രമിച്ചത്. CPMഉം ബിജെപിയും ഒന്നിച്ചാണ് മത്സരിച്ചത്. അതുകൊണ്ടാണ് പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിലിന് കിട്ടിയത്. 10,000-നും 15,000-നും ഇടയിലുള്ള ഭൂരിപക്ഷമാണ് കോൺഗ്രസ് പ്രതീക്ഷിച്ചത്. 18,000 എന്ന ഭൂരിപക്ഷം ബിജെപിയുടെയും CPMന്റെയും തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചവർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അവരാണ് ഈ തിരഞ്ഞെടുപ്പിലെ ദുഷ്പ്രചരണങ്ങൾ നടത്തിയത്. അതിനെല്ലാമുള്ള മറുപടിയാണ് പാലക്കാട്ടെ ഭൂരിപക്ഷം. കോൺഗ്രസിനും UDFനും മാത്രമേ കേരളത്തില് ബിജെപിയെ പിടിച്ചുകെട്ടാന് കഴിയൂവെന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് ഫലമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇനി ഈ പാർട്ടി കേരളത്തിലെ തലപൊക്കില്ല. ചേലക്കരയിലെ ലീഡ് രമ്യ 3-1 ചുരുക്കി. തിരുവനന്തപുരം, ജനങ്ങള് ബിജെപിയുടെ നടുവൊടിച്ചെന്നും ഇനി ഈ പാർട്ടി കേരളത്തിലെ തലപൊക്കില്ലെന്നും KPCC പ്രസിഡന്റ് K സുധാകരന്. ബിജെപിയുടെ വർഗീയ പ്രചാരണത്തിനും പണക്കൊഴുപ്പിനും ഇതിലും വലിയ തിരിച്ചടി കിട്ടാനില്ല. പാലക്കാട് നിയമസഭാ മണ്ഡലത്തില് 10,000-ലധികം വോട്ടാണ് ബിജെപിക്ക് നഷ്ടപ്പെട്ടത്. നഗരസഭയിലാണ് ഏറ്റവുമധികം ഇടിവുണ്ടായത്. ചേലക്കരയിലും വയനാട്ടിലും ബിജെപിക്കു നേട്ടമുണ്ടാക്കാനായില്ലെന്നും സുധാകരൻ പറഞ്ഞു. വർഗീയത വാരിവിതറിയും സമുദായങ്ങളെ തമ്മിലടിപ്പിച്ചുമാണ് BJP തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. ബിജെപിയുടെ സമുന്നതരായ നേതാക്കൾ വരെ പ്രചാരണത്തിനു വന്നിട്ടും പ്രയോജനമുണ്ടായില്ല. വർഗീയതയിലൂന്നിയുള്ള പ്രചാരണം കൊണ്ട് മഹാരാഷ്ട്രയില് BJP നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കേരളത്തിന്റേത് മതേതര മണ്ണാണെന്ന് BJP തിരിച്ചറിയണം. ജാർഖണ്ഡിലെ ഇന്ത്യ സഖ്യത്തിന് മികച്ച വിജയം നേടാൻ സാധിച്ചെന്നും K സുധാകരന് പറഞ്ഞു. പിണറായി സർക്കാരിനെതിരെയുള്ള ജനവികാരം ഉപതിരഞ്ഞെടുപ്പിൽ ആളിക്കെത്തിയിട്ടുണ്ട്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയ വൻഭൂരിപക്ഷം അതിന്റെ അളവുകോലാണ്. ചേലക്കരയില് 39,400 വോട്ടിന്റെ ലീഡിനെ 3-1 ചുരുക്കാന് രമ്യ ഹരിദാസിന് സാധിച്ചു. വയനാട്ടില് പ്രിയങ്ക ഗാന്ധിക്കു ലഭിച്ച വൻ ഭൂരിപക്ഷം കോൺഗ്രസിന്റെ മതേതര, ജനാധിപത്യ ആശയങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണ്. ഗാന്ധി കുടുംബത്തിലെ ജനങ്ങൾക്കുള്ള വിശ്വാസം ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്തതെന്നും സുധാകരൻ പറഞ്ഞു. വയനാട്ടിലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് പ്രിയങ്ക ഗാന്ധി. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിക്ക് 4 ലക്ഷത്തിൽ പരം ഭൂരിപക്ഷം.
2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുലിന് കിട്ടിയതിനേക്കാൾ മികച്ച ലീഡാണിത്. പ്രിയങ്ക ഗാന്ധിക്ക് 6,12,020 വോട്ട് ലഭിച്ചപ്പോൾ LDFന്റെ സത്യൻ മൊകേരിക്ക് 2,07,401 വോട്ടും NDAയുടെ നവ്യഹരിദാസിന് 1,08,080 വോട്ടുമാണ് ലഭിച്ചത്. 2024 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് 3,64,422 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. നിങ്ങൾ എന്നിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിന് ഞാൻ നന്ദിയോടെ വീർപ്പുമുട്ടി. കാലക്രമേണ ഈ വിജയം നിങ്ങളുടെ വിജയമാണെന്ന് നിങ്ങൾക്ക് ശരിക്കും തോന്നുന്നുവെന്നും നിങ്ങളെ പ്രതിനിധീകരിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തി നിങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും മനസ്സിലാക്കുകയും നിങ്ങളുടേതായ ഒരാളായി നിങ്ങൾക്കായി പോരാടുകയും ചെയ്യുന്നുവെന്ന് ഞാൻ ഉറപ്പാക്കും. പാർലമെന്റിൽ നിങ്ങളുടെ ശബ്ദമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ബഹുമതി തന്നതിന് നന്ദി. അതിലുപരി നിങ്ങൾ എനിക്ക് തന്ന അളവറ്റ സ്നേഹത്തിന്. സഹപ്രവർത്തകർ, കേരളത്തിലുടനീളമുള്ള നേതാക്കൾ, തൊഴിലാളികൾ, സന്നദ്ധ പ്രവർത്തകർ, ഈ കാമ്പയിനിൽ അവിശ്വസനീയമാമിതം കഠിനാധ്വാനം ചെയ്ത എന്റെ ഓഫീസ് സഹപ്രവർത്തകർ, നിങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി. ദിവസം 12 മണിക്കൂർ കാർ യാത്രകൾ സഹിച്ചതിന്, ഒപ്പം നാമെല്ലാവരും വിശ്വസിക്കുന്ന ആദർശങ്ങൾക്കായി യഥാർത്ഥ സൈനികരെപ്പോലെ പോരാടുന്നതിന്. എന്റെ അമ്മ റോബർട്ട്, എന്റെ 2 മക്കൾ റൈഹാനും മിരായയ്ക്കും നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹത്തിനും ധൈര്യത്തിനും ഒരിക്കലും മതിയാകില്ല. എന്റെ സഹോദരന് രാഹുലിനോട്, അവരിൽ ഏറ്റവും ധീരനാണ് നീ. എനിക്ക് വഴി കാണിച്ചു തന്നതിനും എപ്പോഴും എന്റെ പുറകിൽ നിന്നതിനും നന്ദി. സുരേന്ദ്രൻ ബഹിരാകാശത്തെ നേതാവ് അടിച്ചു പുറത്താക്കി ചാണകം തെളിക്കണം. സന്ദീപ് വാര്യർ, പാലക്കാട്. കെ സുരേന്ദ്രൻ രാജിവെക്കാതെ, അയാളെ പുറത്താക്കാതെ കേരളത്തിൽ BJP രക്ഷപ്പെടില്ലെന്നും എന്നാൽ അയാൾ ഒരിക്കലും രാജിവെക്കരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ. കെ സുരേന്ദ്രനെയും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളെയും മാരാർജി ഭവനിൽ നിന്ന് അടിച്ചു പുറത്താക്കി ചാണകവെള്ളം തളിക്കാതെ ആ പാർട്ടി കേരളത്തിൽ രക്ഷപ്പെടില്ല. സുരേന്ദ്രൻ ബഹിരാകാശത്തെ നേതാവാണ്, സന്ദീപ് വാര്യർ പറഞ്ഞു. പാലക്കാട് നിയമസഭ മണ്ഡലത്തിൽ BJPയുടെ അടിവേര് UDF മാന്തിയിരിക്കുകയാണ്. കെ സുരേന്ദ്രനാണ് BJPയുടെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം. സന്ദീപ് വാര്യർ ഏതുവരെ പോകുമെന്ന് നോക്കാം. സന്ദീപ് ചീള് കേസാണ്. ഒരു സന്ദീപ് പോയാൽ 100 സന്ദീപ് വരും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചവർക്കുള്ള മറുപടിയാണിത്. എനിക്ക് പാലക്കാട്ട് ജനങ്ങളിൽ വിശ്വാസമുണ്ട്. അവർ തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, DCC പ്രസിഡന്റ്, ഷാഫി പറമ്പിൽ, ശ്രീകണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ ഉജ്ജ്വലമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വിജയത്തിന് കാരണമാണ്. ഇവർ വഞ്ചിച്ചത് ബലിദാനികളെയാണ്. ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തം കെ സുരേന്ദ്രനാണ്. സുരേന്ദ്രൻ രാജിവെക്കാതെ, അയാളെ പുറത്താക്കാതെ BJP രക്ഷപ്പെടില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് അയാൾ രാജിവെക്കരുതെന്നാണ്. കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായതുകൊണ്ടാണ് ഇത്ര വലിയ തിരിച്ചടി BJP നേരിട്ടത്. പാൽ സൊസൈറ്റിയിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ കൃഷ്ണകുമാർ, പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ കൃഷ്ണകുമാർ, നഗരസഭയിലാണെങ്കിലും കൃഷ്ണകുമാർ, ലോക്സഭയിൽ കൃഷ്ണകുമാർ, നിയമസഭയിൽ തെരഞ്ഞെടുപ്പ് നടന്നാലും കൃഷ്ണകുമാർ എന്ന തരത്തിൽ കൃഷ്ണകുമാറും ഭാര്യയുമാണ് പാലക്കാട്ടെ BJP എന്ന് എഴുതിക്കൊടുത്ത BJP നേതൃത്വം തന്നെയാണ് ഈ പരാജയത്തിന്റെ ഉത്തരവാദി. പാലക്കാട് സന്ദീപിന്റെ എഫക്റ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. UDF പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ നേടിയ വിജയം, സന്ദീപ് വാര്യർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഔദസമയം BJP വിട്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നത് അരക്കിട്ടുറപ്പിച്ചതായി കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പറഞ്ഞു. സന്ദീപ് വാര്യർ വന്നതുകൊണ്ട് RSS കുറേക്കൂടി ശക്തമായി പ്രവർത്തിച്ചുവെന്നും കോൺഗ്രസിന് നഷ്ടമാകുമെന്നും പ്രചാരണം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വോട്ടെണ്ണം നഷ്ടമായിട്ടില്ല. സന്ദീപ് വന്നുവെന്ന മെച്ചമുണ്ടായിട്ടുണ്ട്. അതല്ലാതെ ഒന്നുമില്ല. BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ എല്ലാ തെരഞ്ഞെടുപ്പിലും അവരുടെ സ്ഥാനാർത്ഥിയാണ്. ഒരാൾ എല്ലാ സീറ്റിലും കയറി മത്സരിക്കുന്നത് കൃഷ്ണകുമാറിന് തിരിച്ചടിയായിട്ടുണ്ടാകും, മുരളീധരൻ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒന്നും UDFന് ലീഡ് ചെയ്യാൻ കഴിയാതിരുന്ന പാലക്കാട് നഗരസഭ UDFന് അനുകൂലമായി വിധിയെഴുതി. LDF അവസാന ദിവസം ഇറക്കിയ പരസ്യം ഇടതിനെ സ്നേഹിക്കുന്നവരെ തന്നെ ശത്രുക്കളാക്കി. അതാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പോലും LDFന് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയാതിരുന്നത്. CPMന് ഒരടി നൽകണമെന്ന് ഇടതിനെ സ്നേഹിക്കുന്നവരും തീരുമാനിച്ചതാണെന്ന് ഫലം പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതുകൊണ്ട് പാലക്കാട് വിജയം നല്ല തിളക്കമാർന്ന വിജയമാണ്, മുരളീധരൻ വ്യക്തമാക്കി. വാർഡ് വിഭജനം, വീടുകൾ ഉൾപ്പെടെ കെട്ടിടങ്ങൾക്ക് പുതിയ നമ്പർ വരും. തിരുവനന്തപുരം തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ആകെയുള്ള 1.5 കോടിയോളം കെട്ടിടങ്ങൾക്ക് പുതിയ നമ്പർ വരും. ഇതില് ഭൂരിഭാഗവും വീടുകളാണ്. കെട്ടിടങ്ങൾക്ക് സ്ഥിര നമ്പർ നൽകുന്നത് പരിഗണനയിലുണ്ടെങ്കിലും ഉടനെ നടപ്പാക്കിയേക്കില്ലെന്നാണ് സൂചന. ഓരോ തവണ പുനർനിർണയം നടത്തുമ്പോഴും കെട്ടിട നമ്പർ മാറുന്നതൊഴിവാക്കാനാണ് 10 അക്കമുള്ള സ്ഥിര നമ്പർ ആലോചിക്കുന്നത്. സംസ്ഥാനം, ജില്ല, തദ്ദേശ സ്ഥാപനം എന്നിവയുടെ ലീഡ് ചേർത്തുള്ളതായിരിക്കും സ്ഥിര നമ്പർ. ആധാര മാതൃകയിലുള്ള നമ്പറില് വാർഡ് നമ്പർ ചേർക്കില്ല. അതിനാൽ ഭാവിയില് വാർഡില് മാറ്റം വന്നാലും കെട്ടിട നമ്പർ മാറ്റമില്ലാതെ തുടരും. കെട്ടിടങ്ങൾക്കുള്ള തിരിച്ചറിയൽ കോഡാണ് സ്ഥിര നമ്പറാക്കി മാറ്റുക. K-സ്മാർട്ടിന്റെ ഭാഗമായി 87 നഗരസഭകളിലും 6 കോർപ്പറേഷനുകളിലുമാണ് നിലവിലെ കെട്ടിടങ്ങൾക്ക് തിരിച്ചറിയൽ കോഡുള്ളത്. 941 പഞ്ചായത്തുകളിലെ കോഡുകൾ സജ്ജമാക്കിയ ശേഷമേ സ്ഥിര നമ്പർ നൽകുന്ന നടപടികളിലേക്ക് കടക്കൂ. കോടഞ്ചേരി ടൗണിൽ മണ്ഡലം UDF കമ്മിറ്റി ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും മധുര പലഹാര വിതരണവും നടത്തി.
ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ റിക്കാർഡ് ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച വോട്ടർമാർക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് കോടഞ്ചേരി ടൗണിൽ മണ്ഡലം UDF കമ്മിറ്റി ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും മധുര പലഹാര വിതരണവും നടത്തി. UDF ചെയർമാൻ KM പൗലോസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിൻസെന്റ് വടക്കേമുറിയിൽ, UDF ട്രഷറർ അബൂബക്കർ മൗലവി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജമീല അസീസ്, സണ്ണി കാപ്പാട്ടമല, ജോസഫ് ഐഗ, സജി നിരവത്ത്, സാബു അവണ്ണൂർ, തമ്പി പറകണ്ടത്തിൽ, നാസർ PP, ചിന്ന അശോകൻ, ലിസി ചാക്കോ, അന്നക്കുട്ടി ദേവസ്യ, വാസുദേവൻ ഞാറ്റുകാലയിൽ, റെജി തമ്പി, സിദിക്ക് കാഞ്ഞിരാടൻ, മിനി സണ്ണി, ഫ്രാൻസിസ് മുണ്ടാട്ടിൽ, ബാബു പെരിയപ്പുറം, സക്കീർ മുട്ടയത്ത്, ഭാസ്കരൻ പട്ടരാട് എന്നിവർ പ്രസംഗിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.